സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നടപ്പായതോടെ പരമ്പരാഗത മത്സ്യബന്ധന തുറമുഖങ്ങൾ വീണ്ടും സജീവമായി. ദിവസവും ലക്ഷക്കണക്കിന് രൂപയുടെ കച്ചവടമാണ് ഇത്തരം ഹാർബറുകളിൽ നടക്കുന്നത്. ഇനിയുള്ള 50 ദിവസങ്ങൾ കൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഹരിക്കാമെന്ന പ്രതീക്ഷയിലാണ് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ. ട്രോളിംഗ് നിരോധന കാലയളവ് യന്ത്രവത്കൃത ബോട്ടിലെ തൊഴിലാളികൾക്ക് തിരിച്ചടിയാകുമ്പോൾ പരമ്പരാഗത മത്സ്യബന്ധനത്തിന് ഇത് ഉത്സവകാലമാണ്. വള്ളത്തിൽ പോയി കൊണ്ടുവരുന്നതെല്ലാം പൊന്നും വിലയ്ക്ക് വിറ്റുപോകും. കൊല്ലത്തെ വാടി, മൂതാക്കര, ജോനകാപുരം ഹാർബറുകളെല്ലാം സജീവമാണ്. മീൻ ഇന്നലെ മുതൽ വരുന്നുണ്ട്. വില ഭയങ്കര വില. ഒരു വട്ട ചാള വന്നാൽ 6500 7000 രൂപയൊക്കെയാണ്. ആ ഒരു ചാളയ്ക്ക് 40 രൂപ വില വീഴുന്ന സമയമാണ് ഇപ്പോൾ. മീനൊക്കെ കുറവ്, ഭയങ്കര വിലയും. മീൻ കുറവാണ്. ഒരു വട്ട ചാളയ്ക്ക് 6000 7000 രൂപ വില. അന്ത്യസമയങ്ങളിൽ മാത്രം വിപണനം നടന്നിരുന്ന ഇത്തരം ഹാർബറുകൾ ട്രോളിംഗ് നിരോധന കാലയളവിൽ പകലും സജീവമാകും. ലക്ഷക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് പരമ്പരാഗത മത്സ്യബന്ധന ഹാർബറുകളിൽ നടക്കുന്നത്. പരവ തന്നെ പോകുന്നത് ഒരു കൊട്ടയെന്ന് പറയുമ്പോൾ 8500 9000 രൂപ വില പോകുന്നുണ്ട്. ആ ഒരു കൊട്ടയിൽ മാക്സിമം ഉണ്ടാകുന്ന 21 കിലോയൊക്കെ ഉണ്ടാവും. ഇനിയിപ്പോൾ ഫ്രഷ് കിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ വള്ളങ്ങൾ തള്ളി തുടങ്ങും. കാരണം ഹാർബർ ട്രോളിംഗ് ആയതുകൊണ്ട് ഇവിടെ മീൻ വരും. പക്ഷെ അപ്പോഴത്തേക്ക് വില കുറച്ച് കുറയുമെന്നുള്ളതേ ഉള്ളൂ. മീൻ കിട്ടും കുറച്ച്. കടത്തിൽ മുങ്ങിക്കഴിയുന്ന പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾക്ക് ജീവിതം തിരികെ പിടിക്കാനുള്ള സമയം കൂടിയാണ് ട്രോളിംഗ് നിരോധന കാലം. ന്യൂസ് മലയാളം, കൊല്ലം.